ഞാൻ ഇത്രയും വാങ്ങിയ ഒരു 10-30 സാധനങ്ങൾ വാങ്ങി, 10-32 സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ടാക്സും GST അടക്കമാണ് ഈ 1500 എന്ന് പറയും. ഈ വിലക്കുറവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കുറച്ച് സ്കാം ആയിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ അതല്ലാന്ന് ഞാൻ ആദ്യം ഒരു ഓർഡർ കൊടുത്ത് പിന്നെ അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെയും ഓർഡർ ചെയ്തു. ഇപ്പോൾ ഓരോ മാസം ഓർഡർ ചെയ്യലാണ് എൻ്റെ പരിപാടി. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വെറും 1500-നാണ് ഞാൻ ഈ പെട്ടി മൊത്തം ഉള്ളൊരു സാധനങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡിയോഡാപ്പാണ്. ഇതെൻ്റെ ഒരു 2-മത്തെയോ 3-മത്തെയോ പർച്ചേസാണ്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഈ വിലക്കുറവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കുറച്ച് സ്കാം ആയിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ അതല്ലാന്ന് ഞാൻ ആദ്യം ഒരു ഓർഡർ കൊടുത്ത് പിന്നെ അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെയും ഓർഡർ ചെയ്തു. ഇപ്പോൾ ഓരോ മാസം ഓർഡർ ചെയ്യലാണ് എൻ്റെ പരിപാടി. പക്ഷെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഈ ഒരു കീബോർഡ്, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 109 ആണ്. പിന്നെ ഞാൻ ഇത്രയും വാങ്ങിയ ഒരു 10-30 സാധനങ്ങൾ വാങ്ങി, 10-32 സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ടാക്സും GST അടക്കമാണ് ഈ 1500 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു 100-ൽ കൂടുതൽ, ഒരു 2-3 സാധനങ്ങൾ മാത്രമേ 100 രൂപയിൽ കൂടുതൽ വാങ്ങിയിട്ടുള്ളൂ. രണ്ടാമത്തത് മുൾട്ടാണി മിട്ടി. ഇതിൻ്റെ പ്രൈസ് വെറും 8 രൂപ കേട്ടോ. 80 ഗ്രാമിന് 8 രൂപ. ഭയങ്കര ലാഭമല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇനി സർപ്രൈസ് വരാൻ പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോപ്പ്, നമ്മൾ അതിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഗ്ലാസ്സും അതും എന്താണെന്ന് വെച്ചാൽ തുടയ്ക്കാം. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 24 രൂപ കേട്ടോ. ഇനി നെക്സ്റ്റ് സാധനം, ഇത് നമ്മുടെ നാഫ്തലിൻ ബോളാണ്. നമ്മൾ വാഷ് ബേസിലൊക്കെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്ന സംഭവം. ഇത് വെറും 17 രൂപയ്ക്കാട്ടോ ഞാൻ വാങ്ങിയത്. വെറും 17 രൂപ. ആക്ച്വലി അതിൽ MRP കുറച്ച് കൂടുതലൊക്കെ കാണിക്കുന്നത്, പക്ഷെ അതിലും കുറഞ്ഞ റേറ്റിനാണ് അവർ നമുക്ക് തരുന്നത്. ഇനി രണ്ടാമത്തത് ഈ ഒരു ജ്വല്ലറി ബോക്സാണ്. നമ്മൾക്ക് പലർക്കും ഇത് കണ്ട് ഭയങ്കര പരിചയം ഉണ്ടല്ലേ. 400, 500, 300 അങ്ങനെയൊക്കെയാണ് ആമസോണിൽ ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. ബാക്കിയുള്ള ഫ്ലിപ്കാർട്ട് അങ്ങനെ ഇതിലൊക്കെ അതാണ് റേറ്റ്. അതേ ക്വാളിറ്റിയിൽ അതേ ഇതിലാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. പക്ഷെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 90 രൂപ. വെറും 90 രൂപയ്ക്കാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അത് ആക്ച്വലി വന്നപ്പോൾ ഇത് ആക്ച്വലി ഡാമേജ് ആയതൊന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ഈ ആപ്പിൽ നിന്ന് വാങ്ങുന്ന എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് ജാക്ക്പോട്ട് എന്ന് പറഞ്ഞ് തോന്നിയ സാധനമാണ് ഈ ലൈറ്റ്, അതും സോളാർ ലൈറ്റ്സ്. അതിൽ ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ആദ്യം കുറേ എണ്ണം വാങ്ങി. അതൊക്കെ സക്സസ്ഫുൾ ആയതിന് ശേഷമാണ് ഞാൻ പിന്നെയും ഓർഡർ ചെയ്തത്. ഇപ്രാവശ്യം ഇത് സോളാർ അല്ല, ഇത് ബാറ്ററിയിൽ ഇതാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 73 രൂപ കേട്ടോ. ഞാനിത് അലമാരയുടെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഇതുപോലെ ഒട്ടിച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നെയിൽ ഫൈലറാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 8 രൂപ കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് 24 ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഈ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിലിടുന്നതാണ്. ഒരു ബ്ലൂ കളർ ഇതും വന്നിട്ട് ക്ലീൻ ആവും. പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും, കുഴപ്പമില്ല. ഒരു 10 പീസാണ് ഉണ്ടാവുക. അത്യാവശ്യം നല്ല കനത്തിലുണ്ടാവും. 59 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രഷ് ആട്ടോ, വിത്ത് ടങ് ക്ലീനർ ഉള്ള ബ്രഷാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 13 രൂപ. ഇതൊക്കെ എൻ്റെ ഒരു പർച്ചേസിലുള്ള സാധനങ്ങൾ. ഇതിലും കൂടുതൽ ഞാൻ ഇതിൻ്റെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം നമുക്കറിയാമല്ലോ, ഗേൾസിന് യൂസ് ചെയ്യുന്ന ഇതാണ്. നമ്മളെ ടോപ്സ് കുറച്ച് ഇറക്കുണ്ടെങ്കിൽ നമ്മൾ ബ്രാസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതൊരു 3 ക്ലോത്ത് ഉണ്ട്. അതിൻ്റെ റേറ്റ് 86 രൂപ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നൊരു പൗച്ച് പോലത്തെ ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ബ്രഷ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇതിലിട്ട് വെക്കാം. പല സാധനം വേണം ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്
18 രൂപ കേട്ടോ. അത് ഭയങ്കര ലാഭമാണ്. ഇത് വേറെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും റേറ്റിനൊന്നും ഈ സാധനം കിട്ടില്ല. പിന്നുള്ളത് ഒരു ടേപ്പാണ്, ബോത്ത് സൈഡ് സ്റ്റിക്കി ആവുന്ന ടേപ്പാണ്. നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ ചുമരിൻ്റെ മുകളിലൊക്കെ ഒരു സംഭവം ഒട്ടിച്ചേക്കുക, ആണി അടിക്കാതെ തന്നെ. അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് അടിപൊളി സംഭവമാണ്. അതേ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ഒട്ടിച്ച സാധനങ്ങളൊന്നും പറഞ്ഞു വന്നിട്ടൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് സോളാർ ലൈറ്റാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇതുവരെ അത് വർക്കിംഗ് ആണോ നോക്കിയിട്ടില്ല. ഓഫ്കോഴ്സ് ഇത് വർക്കിംഗ് ഒക്കെ തന്നെയായിരിക്കും. ഞാൻ കാരണം ഇത്രയും കാലം വാങ്ങിയതൊക്കെ വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഇങ്ങനെയാണ്, 2 ലൈറ്റ് ഒരുമിച്ചായിട്ട് ഇങ്ങനെയാണ്. അത് അറ്റാച്ച് ചെയ്യാനുള്ള സ്ക്രൂവും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 183 രൂപ. ഞാൻ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള സാധനം ഇത് മാത്രമേ ഉള്ളൂ. 183 ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ഇതാണ്. ഓക്കെ, ഇനിയും അടിപൊളി സാധനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഹാങ്ങിങ്, നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടാനാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ തൂക്കിയിടാനുള്ള ചെറിയൊരു ഹാങ്ങർ പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12 രൂപ കേട്ടോ. വെറും 12 രൂപ. ഇപ്പം ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എത്രയാണ് റേറ്റ് എന്നൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ ഒരു എന്താ പറയുക, ഇതെത്രയാണ്, എത്രത്തോളം ലാഭത്തിൽ നമുക്കിത് കിട്ടുന്നതെന്ന് എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആമസോണിലൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര ഇപ്പം 1500 രൂപയ്ക്ക് ഞാൻ 32 സാധനങ്ങളാണ് ഈ ഒരു എന്താ പറയുക ആപ്പിൽ നിന്ന് വാങ്ങിയത്. ഇത് ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആമസോണിലുള്ളതാണ്. പക്ഷേ ഈ ഒരു റേറ്റിന് നിങ്ങൾ ഈ സ്ഥിരമായിട്ട് വാങ്ങുന്ന വെബ്സൈറ്റിലൊന്നും ഉണ്ടാവില്ല. ഇത് മേക്കപ്പ് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളും ക്രീംസും ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞു പോയതുകൊണ്ട് ഞാനിത് പിന്നെയും ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 58 രൂപ. വെറും 58 രൂപ, അതാണ് അതിൻ്റെ റേറ്റ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഈ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാട്ടത്. അപ്പം അതിന് 17-18 രൂപയാണ് അതിന്. ആക്ച്വലി ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിന്. പക്ഷെ അതൊക്കെ തപ്പി കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ പെട്ടെന്നൊന്നും അത്ര പോപ്പുലർ ആയിട്ടില്ലാത്ത കുറേ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തതൊക്കെ എക്സ്പ്ലോർ ചെയ്യലാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസും സീക്രട്ട് വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഇതാണ് നമ്മുടെ ഒരു ഹാങ്ങിങ് സംഭവമാണ്. ഇത് നമ്മുടെ ഡോറിൻ്റെ മുകളിലൊക്കെയാണ് ഹാങ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഈ ആണി അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. അത് ജസ്റ്റ് ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഡെയിലി ഇടുന്നൊക്കെ അതിൽ തൂക്കിയിടാം. ഇനി നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഷൂ റാക്കാണ്. ഷൂ റാക്കൊക്കെ അറിയാമല്ലോ നമുക്ക് ആമസോണിൽ എത്ര റേറ്റിനൊക്കെയാണ് വരികയെന്ന്. ഇനിയും ഒരു 300, 400, 500 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഷൂ റാക്സൊക്കെ നമുക്ക് കിട്ടുക. പക്ഷെ ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയത് വെറും 145 രൂപയ്ക്കാട്ടോ. ഇതിങ്ങനെ ഒക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു ഇതിലിപ്പം ബൾക്കായിട്ട് സാധനം വാങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങളൊരു ഒരൊറ്റ സാധനമാണ് വാങ്ങുന്നതിൽ കൂടി നിങ്ങൾക്കത് കിട്ടും. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയും ഇതും ഉണ്ടാവും, അതായത് ടാക്സും ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ലാഭമാവുമോ എന്നുള്ള കാര്യം ലാഭം തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ കുറച്ചുകൂടി ലാഭം കിട്ടും. അങ്ങനെയാണ്. അപ്പം പുതുതായിട്ട് ഇപ്പോൾ വീട് വെച്ചിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ അവർക്കൊക്കെ ബൾക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ബൾക്ക് മാത്രമല്ല കേട്ടോ, സിംഗിൾ സാധനവും കിട്ടും. അതും ലാഭം തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ വാങ്ങി നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഗസ്സായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. കാരണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ വാങ്ങുന്നതിൻ്റെ പകുതി റേറ്റിനൊക്കെ നമുക്ക് ഇവിടുന്ന് ഇത്രയും സാധനം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണത് മിസ്സാക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇത്രയും പൈസ കൊണ്ടേ കളയുന്നത്? പിന്നെ വേറൊരു സംഭവിച്ചാൽ ആക്ച്വലി ഇവർക്ക് ഇത്രയും റേറ്റിന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഹോൾസെയിൽ റേറ്റിനാണ്. അതായത് സാധനങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് കുറഞ്ഞ ആ ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറവിൽ ഈ ഒരു സംഭവം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇതല്ലാതെ ഇതേപോലൊരു വെബ്സൈറ്റാണ് ഹോൾസെയിൽ 99 എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാളും റേറ്റ് കുറവ് ഡിയോഡാപ്പിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ ഓൾറെഡി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.